ഈ ബസ്സുകാരിങ്ങനെ പരസ്പരം ഇങ്ങനെ മത്സരോട്ടം നടത്തുമ്പോൾ ജനങ്ങൾക്ക് അത് ഭയങ്കര പ്രശ്നമായും ഓരോ ജീവിതങ്ങളല്ലേ പോകുന്നത്. ഭയങ്കര സ്പീഡാ. ജ്യോതിർമയ് ബസ് ഇതിന് മുന്നെയോ ആളെ കൊന്നിന്. അത്രയും സ്പീഡിലാണ് അത് പോകുന്നത്. പോലീസുകാർ ഒരു ദിവസം വന്നിന് പോലും നോക്കൂത്തിയാക്കി പിന്നെ വന്നിട്ടില്ല. അതിന്റെ എന്റെ അഭിപ്രായ പ്രധാന കാരണക്കാരെ RTO തന്നെയാണ്. പേടി തുടങ്ങി, റോഡിലേക്ക് കടക്കാൻ തന്നെ എന്നുള്ള പേടി തന്നെയാണ്. മട്ടന്നൂർ റൂട്ടില് പൊതുവെ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ് ഈ മത്സരോട്ടം. നമ്മൾ ഓട്ടോറിക്ഷ നമ്മൾ തന്നെ മാറിപ്പോകും, അങ്ങനത്തെ പോക്കാ ഒരു പോകുന്നത്. ശങ്കര വിദ്യാപീഠ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്, 2 മക്കളെ അമ്മയാണ്. ആ ഭർത്താവിനും ആ കുട്ടിയൊക്കെ ആയ അമ്മച്ചി അമ്മ നഷ്ടപ്പെട്ടില്ലേ, ഹോട്ടലിലും മാലെ പുറത്തായി നിന്നാ പറയുന്നു സാറ്. അതായത് വലിച്ചഴിച്ചു കളഞ്ഞിന് സ്കൂട്ടീൻ്റെ അതിന്. ഏജാൻറ്റ് ചാനൽ ഇന്ന് വന്നിരിക്കുന്നത് മട്ടന്നൂരാണ്. മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണുള്ളത്. മട്ടന്നൂർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസത്തിന് ഉള്ളിലായിരുന്നു ഇവിടെ കുറേയധികം അപകടങ്ങളുണ്ടായത്. ആ അപകടങ്ങളിൽ മെയിനായിട്ട് പറയാനുള്ളത് ബസ്സുകളുടെ അപകടമാണ്. ആ ബസ്സുകളുടെ ഒരു മത്സരയോട്ടം തന്നെയാണ് മട്ടന്നൂർ ഇരിട്ടി റൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടി MVD ഒരു നടപടിയും സ്വീകരിച്ചിട്ട് കണ്ടിട്ടുണ്ടായില്ല. എന്തായാലും നമുക്കറിയാം MVD എന്നൊരു വകുപ്പ് ഏകദേശം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബൈക്കിലെ യാത്രികൻ ഒരു ഹെൽമെറ്റ് ഇല്ലാതെ പോവുകയാണ്, കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കാൻ MVD തയ്യാറാണ്. പക്ഷേ ഇത്രയും വലിയൊരു മത്സരയോട്ടം നടക്കുന്നുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പണ്ട് മുതലേ ഇങ്ങനെ ഒരു അപകടങ്ങൾ നടക്കുമ്പോഴും അതിനുവേണ്ടിയുള്ള ഒരു നടപടി ഇതുവരെയും MVD അടക്കമുള്ള വകുപ്പുകൾ സ്വീകരിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഈ ഇരിട്ടി മട്ടന്നൂർ റൂട്ടിൽ ഏത് പ്രേക്ഷകർക്ക് പോയാലും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, ബസ്സുകളുടെ ഒരു മത്സരയോട്ടം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് ജീവൻ പൊലിയുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ബസ്സുകൾ 5 മിനിറ്റ് ഇടപെട്ടാണ് ഈ തലശ്ശേരിയിൽ നിന്നും വരുന്ന ബസ് ഇരിട്ടിയിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഓരോ ബസ്സും 5 മിനിറ്റ് ഇടപെട്ട് മാത്രമാണ് ഗ്യാപ്പുള്ളത്. ആ ഗ്യാപ്പ് നികത്താൻ വേണ്ടിയാണ് ഈ ബസ്സുകളൊക്കെ ഈ മത്സരയോട്ടം എന്ന നിലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് അപകടങ്ങളായി വരുന്നത്. ഇതിന് വേണ്ട ഒരു നടപടി MVD സ്വീകരിച്ചില്ലെങ്കിൽ ഇരുചക്ര വാഹനമുള്ള ആളുകൾക്കൊന്നും ഈ റോഡിലൂടെ പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നത്. എന്തായാലും ഇവിടെ മട്ടന്നൂർ വന്നിട്ട് മട്ടന്നൂരിലെ ആൾക്കാരുടെ അഭിപ്രായം കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്നാലും അവരുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് പെട്ടെന്ന് വരാം. നിലവിൽ 2 ദിവസം മുമ്പായിരുന്നു മട്ടന്നൂർ ഒരു അപകടം നടന്നത്. അത് പൊതുവേ ആൾക്കാർ പറയുന്നത് മത്സരയോട്ടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തലശ്ശേരി ഇരിട്ടി ഭാഗങ്ങളിൽ ബസ്സുകൾ മത്സരയോട്ടം നടത്തുന്നത് 5 മിനിറ്റ് കൂടുമ്പോഴാണ് ഈ ബസ്സുകൾ വരുന്നത്. അപ്പോൾ ചേച്ചിയൊക്കെ ബസ്സിൽ പോകുന്ന ആൾക്കാരായിരിക്കാം, പൊതുവെ അങ്ങനെ തോന്നാറുണ്ട് ബസ്സുകളിൽ? തോന്നാറുണ്ട്. ബസ്സിൻ്റെ ഇങ്ങനത്തെ ജനങ്ങൾ ജീവിതം വെച്ചിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത്. ഈ മത്സരയോട്ടത്തിനുള്ളിൽ ഓരോ ജീവിതമാണ് പോകുന്നത്. ഓരോ കുടുംബങ്ങളിലെ എത്രയെത്ര കുടുംബങ്ങൾക്കാണ് നഷ്ടമാകുന്നത് ഓരോ ജനങ്ങളെയും. അതുകൊണ്ട് എന്താ പറയണ്ടേ, ബസ് പോകാൻ തന്നെ ഇപ്പോൾ പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു 2-3 ദിവസം ഉണ്ടാവും അതിനെക്കുറിച്ചുള്ള ചർച്ച, പിന്നെ അതിനെക്കുറിച്ച് ഒന്നും കാണാറില്ല. ഒരു 2-3 ദിവസം അതിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു നടക്കുന്നല്ലാണ്ട് പിന്നെ അതിനെക്കുറിച്ച് ഒരു ആക്ഷൻ എടുക്കുന്നതോ ഒന്നും കാണാറില്ല. ഈ ബസ്സുകാരിങ്ങനെ പരസ്പരം ഇങ്ങനെ മത്സരോട്ടം നടത്തുമ്പോൾ ജനങ്ങൾക്ക് അത് ഭയങ്കര പ്രശ്നമായും ബുദ്ധിമുട്ടായി. സാധാരണ ജനങ്ങളാണ് ഇങ്ങനെ ഓരോ ജീവിതങ്ങളല്ലേ പോകുന്നത്. യാത്ര ചെയ്യാൻ എന്തായാലും ഒരു മടി വന്നു തുടങ്ങി. എല്ലാവർക്കും പേടി തുടങ്ങി, റോഡിലേക്ക് കടക്കാൻ തന്നെ എന്നുള്ള പേടി തന്നെയാണ് ഇപ്പോൾ. മത്സരോട്ടം എന്ന് പറഞ്ഞാൽ പോലീസ് ഇതൊന്നും കൃത്യമായ നടപടിയൊന്നും എടുക്കുന്നില്ലല്ലോ ഇവിടെ. MVD ഇതിനു വേണ്ടി ഒരു നടപടി സ്വീകരിക്കുന്നില്ല. അതെല്ലാം 2 ദിവസം ഉണ്ടാവും, പിന്നെ ഒന്നുമില്ല. അതിൻ്റെ ചൂട് കഴിഞ്ഞാൽ പിന്നെ പണ്ടത്തെ പോലെ. ഇവിടെ മട്ടന്നൂർ ഏറ്റവും കൂടുതൽ ഓവർ സ്പീഡൊക്കെ കാണുന്നത് തലശ്ശേരി ഇരിട്ടി ഭാഗങ്ങളാണ്. അത് എന്തായാലും അങ്ങനെ തന്നെ നിരന്തരം മട്ടന്നൂരിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അത് കുറഞ്ഞ ശിക്ഷ കൊടുക്കുന്നുണ്ട്. ഒന്നാമത് ഇയാളെ 6 മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്തു, അത്ര തന്നെ. അവരെ ശിക്ഷ കഴിഞ്ഞു, പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ 6 മാസം കഴിയുമ്പോൾ കാദ്യം ഇതായി, പിന്നെ അവരെ പഴയ പോലെ. ഒരു ദിവസം പോലീസ് എല്ലാം മൊത്തം ചെക്കിങ് ഉണ്ട്, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അന്ന് സ്റ്റാൻഡിൽ 1 മിനിറ്റ് ഒരു ദിവസം പോലീസ് എല്ലാവരും ലൈസൻസ് എല്ലാം ഒന്ന് വന്ന് നോക്കി, പിന്നെ അതിനെപ്പറ്റി ഒന്നുമില്ല. പിന്നെ ഡ്രൈവർ കീഴടങ്ങി ഇല്ല, ഒന്നും അറിയില്ല. പിന്നെ പഴയ പോലെ ആയി, അത്രയും. വേറെ ഇവിടെ ശിക്ഷയില്ല, അതന്നെ. ഈ അങ്ങ് HMS ഹോസ്പിറ്റലിനടുത്ത് വിട്ടിട്ട് ഈ ചോമ്പാല മീൻ മാർക്കറ്റില്ല, അവിടെ വരെ ബ്ലോക്കാണ്. അപ്പോൾ വണ്ടി എന്ത് ചെയ്യണോ, സ്ലോ ആയിട്ട് വരണോ. വണ്ടി ഓവർ സ്പീഡിൽ അങ്ങ് വന്നുകൂടില്ല. എല്ലാ ബസ്സും, ഒരു ചെറിയ ബസ് പോയിട്ട് വലിയ ബസ് പോലെ നമ്മൾ ഓട്ടോറിക്ഷ നമ്മൾ തന്നെ മാറിപ്പോകും, അങ്ങനത്തെ പോക്കാണ് അവർ പോകുന്നത്. RTO അല്ല അതിൻ്റെ മെയിനായിട്ട് ആള്. അവരെ കൊണ്ട് പറഞ്ഞിട്ട് തന്നെ ചെയ്യിപ്പിക്കണം. അനാവശ്യ കേസുകൾ ഒഴിവാക്കിയിട്ട് നിലവിലെ കേസുകൾ പിടിക്കാൻ. HMS ഹോസ്പിറ്റലില്ല, അവിടെ നിന്ന് സ്പീഡ് കുറയ്ക്കുക. ഈ ചോമ്പാല മീൻ മാർക്കറ്റിൻ്റെ സ്പീഡ് കുറച്ചിട്ട് പോവുക. ഇത് സ്പീഡ് കൂട്ടി വരിക. മട്ടന്നൂരിൽ എപ്പോഴും ബസ് സ്റ്റാൻഡിൽ എത്താൻ നോക്കുമ്പോൾ ബസ് സ്പീഡ് കൂട്ടും, പിന്നെ റോങ് സൈഡായിട്ടും വരും. യാത്രക്കാർ അത് കണ്ണൂരിൽ നിന്ന് ബസ് വരുന്നുണ്ട് ഇരിട്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ തലശ്ശേരിയിൽ നിന്നും വരുന്നുണ്ട് ഇരിട്ടിയിലേക്ക് പോകുന്നത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ആദ്യം ബസ് എത്തുന്ന ഏതാ?
ആ ബസ്സാണ് ആൾക്കാരെ കിട്ടുക. അതുകൊണ്ട് അവർ ഓവർ സ്പീഡ് കൂട്ടും മട്ടന്നൂരെത്തുമ്പോൾ. ഇതിനൊരു പരിഹാരം നിലയിൽ ഇതുവരെ ഒരു അധികൃതരൊന്നും ഒന്നും ചെയ്തിട്ടില്ല. എത്ര സംഭവം നടന്നു, കുറേ സംഭവം നടന്നു. നിങ്ങൾക്കിപ്പോൾ ബസ്സിലൊക്കെ പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? പേടിയുണ്ടാവാതെ. ഈയിടെ മരിച്ച ടീച്ചർ ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് ചെരുപ്പെല്ലാം എടുത്തതായിരുന്നു. നമ്മളെ സ്ഥിരം കസ്റ്റമറായിരുന്നു. അപ്പോൾ ഇവർ ഒന്നാമതെന്ന് പറഞ്ഞാൽ നിയന്ത്രണമില്ലാതെയാണ് ബസ് ഓടിക്കുന്നത്. മത്സര ഓട്ടം ഇവർ അവസാനിക്കുന്നില്ല. ഇവരിങ്ങനെ നമ്മളിങ്ങനെ പറയാമെന്നല്ലാണ്ട് ഇവർക്കൊരു ധാരണയില്ല. ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണം, അല്ലാണ്ടൊന്നും നടക്കില്ല. അധികൃതർ ഇതിനെ ഒട്ടും വലിയൊരു വിഷയമായിട്ട് കാണുന്നില്ല. ഇല്ല, ഇത് മട്ടന്നൂർ റൂട്ടിലെ പൊതുവെ എല്ലായിടത്തും ഉണ്ടാവുന്നതാണ് ഈ മത്സര ഓട്ടം. ഇവിടെ മാത്രമല്ല, ആ ജംഗ്ഷനിലും ഉണ്ട്. മൊത്തത്തിൽ ഇവർ നമുക്ക് ഇങ്ങനെ പറയാമെന്നല്ലാണ്ട് ഇവർ അതിൻ്റേതായ റൂൾസ് ചെയ്യുന്നില്ല കാര്യങ്ങൾ. ബസ്സുകളിലേക്ക് പോകാൻ ആൾക്കാർക്ക് മടിയായി തുടങ്ങിയല്ലേ? ബസ്സുകൾ ഇനിയിപ്പം ബസ്സുകൾ പോകാൻ എടുക്കുമല്ലേ, കാരണം നമ്മളെ ടീച്ചർ മരണം കൊണ്ട് ഒന്നാമതെന്ന് പറഞ്ഞാൽ നല്ല ഇവിടെ വരുന്നതാണ്, നമ്മൾ സെയിം കസ്റ്റമറുമാണ്. എന്നാൽ അവർ അത് കണ്ടേരം തന്നെ നമുക്ക് തന്നെ അത് എന്തോ പോലെ. അവിടെ സ്കൂൾ വിട്ടിട്ട് അമ്മ വരുന്നില്ലെന്ന് വെച്ച് 2 മക്കളെ ഉള്ളത്, 2 ട്വിൻസാണ് ആ പെണ്ണുങ്ങൾക്കുള്ളത്. അപ്പോൾ അമ്മ വരുന്നില്ലെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മക്കളോടൊന്നാ പറയാന്നുള്ള ഒരു ധാരണയിലുള്ളത്. ആ ചെറിയ പിഞ്ചോമന മക്കൾ 2 ട്വിൻസായിട്ടുള്ള വിഷ്വലൊക്കെ കണ്ടത് സങ്കടമാകുന്നത്. അത് കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടമാകുന്നത്. ഇവിടെ തലശ്ശേരി റോഡിൽ നിന്നും ഇരിട്ടി റോഡിൽ നിന്നും വരുന്ന എല്ലാം ക്രോസ് ചെയ്യുന്നത് അവർ തോന്നിയ പോലെയാണ്, ഒരു ലെവലില്ലാണ്ടാണ് പോകുന്നത്. പിന്നെ ഇന്നലെ ഇത് ഇവിടുന്ന് തന്നെ ഒരു ബൈപ്പാസ് പോയത്, അതും ഒരു നിയന്ത്രണം ഇല്ലാണ്ട് ഒരു വണ്ടി 2 മിനിറ്റ് ഗ്യാപ്പിലാണല്ലോ ടൈം RTO കൊടുക്കുന്നത്. അതിൻ്റെ എൻ്റെ അഭിപ്രായം പ്രധാന കാരണക്കാരെ RTO തന്നെയാണ്. RTO തന്നെയാണ് പ്രധാന. ബസ് ചില ടൈം ഇവിടുന്ന് അടുത്ത ടൗണിലെത്തുമ്പോൾ ടൈം എത്തൂല. എവിടെയെങ്കിലും ഒരു ബ്ലോക്കായി പോയിട്ടുണ്ടെങ്കിൽ അവരെ ചീത്താക്കണം. ഇങ്ങനെ പല RTO ആണ് മെയിനായിട്ട്. പിന്നെ ബസ്സുകാരടിക്കും ഉണ്ട്. വേണ്ട സ്റ്റാൻഡിലെത്തുമ്പോൾ ഒന്ന് ഭയങ്കര സ്പീഡിലാണ്. ഇവിടുന്ന് കഴിഞ്ഞ കുറച്ച് മുന്നേ DYFI ഉപരോധനം ചെയ്തിന് യുവജന സംഘടനകൾ. പിന്നെ അതായത് ബസ്സുകാർക്ക് ബോധവൽക്കരണം കൊടുത്തു. അതിനുശേഷം കുറച്ച് കാലത്തേക്ക് സുഖമായിട്ട് വളരെ ശ്രദ്ധിക്കും. പിന്നെ അവർ 2 ആഴ്ച കഴിയുമ്പോൾ ആദ്യം പഴയ തന്നെ തുടരുക. ടൈം കുറച്ച് ഗ്യാപ്പ് കൊടുക്കുകയാണെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവില്ല. പരിഹാരം എന്ന് പറയുമ്പോൾ നിലവിൽ ഒരു ഗ്യാപ്പ് കൊടുക്കണം. പിന്നെ ബസ്സുകാരടിക്കും നല്ല തോന്നിയാസമുണ്ട്. എന്ന് വെച്ചാൽ ശ്രദ്ധിക്കാതെ സ്റ്റാൻഡിലെത്തുമ്പോൾ കുറച്ചൊന്നും ശ്രദ്ധിക്കുന്നില്ല, പാഞ്ഞങ്ങ് കയറില്ല. ഈ മട്ടന്നൂർ ഇരിട്ടി റോഡിൽ എല്ലാ സമയത്തും ഈ അപകടം പതിഞ്ഞിരിക്കും. നിർത്തിയിട്ട ബസ്സിൻ്റെ പുറകിൽ പോലും വണ്ടി വന്ന് അടിക്കുന്ന ഒരു അവസ്ഥയാണ്. റോഡ് സൈഡിൽ നിൽക്കാൻ പോലും ഭയമാണ്. കാരണം മട്ടന്നൂർ ഇത്രയും ജനങ്ങൾ നിബിഡമായ സ്ഥലത്ത് പോലും ഇത്രയും അപകടം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ ഈ റോഡുകളിൽ ഞങ്ങൾ ടാക്സി വണ്ടികൾ മറ്റൊന്നും ഇവിടെ വെക്കലില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിർത്തിയിട്ട വണ്ടിക്കാണ് വന്ന് അടിക്കുന്നത്. ഏതവസരത്തിൽ ഇരിട്ടി മട്ടന്നൂർ റോഡിൽ അപകടം പതിഞ്ഞിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും നിരന്തരം ഇങ്ങനെ അപകടം നടക്കുന്നുണ്ട്. അധികാരികൾ വേണ്ട നിലയിൽ ശ്രദ്ധ പതിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ശക്തമായിട്ടുണ്ട്. ഇപ്പോൾ മട്ടന്നൂർ പോലുള്ള സ്ഥലത്ത് ഇത്രയും അപകടം പറ്റുക എന്ന് പറഞ്ഞാൽ നമുക്കത് പ്രതീക്ഷിക്കാനും കഴിയാത്തൊരവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത് അധികാരികളുടെ ശ്രദ്ധ പ്രത്യേകം പതിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഉത്തരവാദപ്പെട്ടവർ കൃത്യമായി ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് ഇത്തരം ഇത് നാക്കുന്നത്, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇത് നിരന്തരം ഉണ്ടാകുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ സമീപ പ്രദേശങ്ങളിൽ പല പ്രദേശങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അധികാരികളെ ഉണർന്ന് ഇത്തരം കാര്യങ്ങൾ ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവരെ മത്സര ഓട്ടത്തിൽ പലപ്പോഴും പല അപകടങ്ങളും പതിയുന്നുണ്ട്. അപ്പോൾ അധികാരികൾ ഇത് കൃത്യമായി ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് എൻ്റെ പ്രത്യേകം. അപ്പോൾ ഈ സമയത്തിൻ്റെ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ബസ് അമിത വേഗത്തിൽ തന്നെ ആയ ജ്യോതിർമയി ബസ്സില്ലേ, ഒരു ദിവസം ഞാൻ കൂത്തുപറമ്പ് പോയിരുന്നു. പിന്നെ 10 മിനിറ്റ് കൊണ്ട് കൂത്തുപറമ്പിലെത്തി. പിന്നെ ഭയങ്കര സ്പീഡാ. ജ്യോതിർമയി ബസ് ഇതിന് മുന്നെയും ആളെ കൊന്നിന്. അത്രയും സ്പീഡിലാണ് അത് പോകുന്നത്. അതിന് അങ്ങനത്തെ സ്ഥാനങ്ങളിലൂടെ ഓടാൻ തന്നെ പാടില്ല. അതിന് ശക്തമായി പ്രതികരിക്കുക തന്നെ വേണോ. മൈൻഡാക്കാൻ പോലീസുകാർ സ്റ്റാൻഡിൽ വേണോ. ബമ്പ് എന്ന് പറഞ്ഞാൽ ബമ്പ് ഇടിച്ച് കയറ്റുമായിരുന്നു. ആ ബമ്പ് പിന്നെ എന്തിനാ വെച്ചിന് ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. സ്റ്റാൻഡിലേക്ക് പോയി ഇടിച്ച് കയറുമായിരുന്നു ബസ്. അപ്പോൾ പിന്നെ ആൾ ഇറങ്ങുന്നതിന് മുമ്പിൽ ബസ് പിന്നെ ഇരുട്ടിക്ക് പോകാനുണ്ടെന്ന് ആൾ ഇറക്കി കൊടുക്കുക. അങ്ങനെയൊന്നും പാടില്ല. സ്റ്റാൻഡിൽ തിരിച്ച് വെച്ചിട്ട്
ആളെ ഇറക്കിക്കോളൂ. അങ്ങനത്തെ ഇരുട്ടിക്ക് പോകാൻ ഓന ഓടിയിട്ട് വേറെ വാഹനം അതിൻ്റെ ഉള്ളിൽ ആകാനാ അതൊന്നും പാടില്ല. അതായത് ഇറക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇരുട്ടിക്ക് പിന്നെയും വാഹനങ്ങൾ വേറെയുണ്ട്. തിരക്ക് പിടിച്ചിട്ട് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. പോണ്ട അങ്ങനെ എന്തിനാ വേറെ ഇരുട്ടി ബസ്സില്ലേ? വേറെ പോലീസുകാർ ഒരു ദിവസം വന്നിന് പോലും നോക്കൂത്തിയായിട്ട് പിന്നെ വന്നിട്ടില്ല. ഇടപെട്ടിട്ടില്ല. അന്ന് റീഷ പിന്നെ ശിവത്തെ റീഷ മരിച്ച പിറ്റേത് രാവിലെ പോലീസുകാർ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നാ പറയുന്നത്. പിന്നെ വന്നിട്ടില്ല പഴയതുപോലെ തന്നെ. ഇപ്പം ഈ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. അമിത വേഗതയല്ലേ. അതായത് ട്രാക്ക് മാറിയിട്ടേ ബസ് ഓടിയത്. അതായത് തലശ്ശേരി ഭാഗത്തേക്ക് പോകേണ്ട ബസ് പിന്നെ ഇരുട്ടി ഭാഗത്ത് ട്രാക്കിലൂട്ടിയാണ് പോയത്. അങ്ങനെ പാടില്ലല്ലോ ഒരിക്കലും ട്രാക്ക്. അപ്പോൾ ജ്യോതിർമയ ബസ് മാത്രമല്ല, ഇതിനിടയ്ക്ക് ഒരു ആനന്ദ് ബസ്സില്ലേ, ആനന്ദ് ബസ് അടിച്ചിട്ട് ഒരാൾ മരിച്ചിരുന്നു. മനുഷ്യൻ്റെ ജീവനാണ് വലിയ വില. വാഹനം ഇങ്ങനെ ഡ്രൈവർമാർ ഭയങ്കര സ്പീഡിലോ മറ്റുള്ള ഇതിലൊന്നും പോകാൻ പാടില്ല. അതെല്ലാം കൃത്യമായ ലിമിറ്റ് സ്റ്റോപ്പിൽ മാത്രമേ ഓടാവൂ. അത്രയേ പോകാൻ പാടുള്ളൂ. സ്റ്റാൻഡിൽ പിന്നെ ബമ്പ് വെച്ച് എന്തിനാ അമിത വേഗത്തിൽ കയറുന്നേറ്റാന്ന്. ആ ബമ്പിനനുസരിച്ച് കയറണം. ഇത് സ്റ്റാൻഡിൽ തന്നെ വരുന്നത് എത്ര സ്പീഡ് എന്നാ, ഭയങ്കര സ്പീഡാണ്. ബമ്പുണ്ട്, ഒരു ബമ്പുണ്ട്. അത് ഈ ലാസ്റ്റിലാന്ന് വെച്ചിന്, ആദ്യമൊന്നും ഇല്ലേനു. ഉപകാരമൊന്നുമില്ല. വേഗമല്ലേ വന്ന് കയറുന്നത്. ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. ശങ്കര വിദ്യാപീഠം പിന്നെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. 2 മക്കളെ അമ്മയാണ്. ആ ഭർത്താവിനും ആ കുട്ടിയൊക്കെ ആയ അമ്മ നഷ്ടപ്പെട്ടില്ലേ? ഹോട്ടലിലും മാലെ പുറത്തായില്ലെന്നാ പറയുന്നത് സാറേ. അതായത് വലിച്ചഴിച്ച് കളഞ്ഞിന് സ്കൂട്ടീൻ്റെ അകത്തുനിന്ന്. ഭർത്താവിന് പരിക്കുണ്ട്. ഭീകരാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്നിട്ട് പേരിന് ആസ്പത്രി കൊണ്ടുപോയി. ആസ്പത്രി കൊണ്ടുപോയിരുന്ന കാര്യം കൊടലുമാല പുറത്തായാൽ ഒരു മനുഷ്യനെ ഞാനും പ്രതികരിക്കുകയാണ്. ബസ്സെല്ലാം മെല്ലെ പോകാവൂ. ബസ് സ്റ്റാൻഡിൽ തിരിച്ച് വെച്ചിട്ട് നിർത്തിയിട്ടേ ആളെ ഇറക്കാവൂ. അപ്പോൾ പിന്നെ ഇത് ഒരിയാതി ഇരുട്ടി ബസ് വേറെയില്ലേ, കണ്ണൂർ ബസ് വേറെയില്ലേ? ഒരിയാതി ഇറക്കി വിട്ട് ഇരുട്ടിക്ക് പോകാൻ നിങ്ങൾക്ക് തിരക്കുണ്ട. ഓരോരാളായി കൊടുത്തൊന്നും കാര്യമൊന്നുമില്ല. അതായത് സാവധാനത്തിൽ, എല്ലാ സാവധാനത്തിലും മതി. ആ അപകടം അന്നേരം കുറയൂ. മട്ടന്നൂർ എന്ന പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രദേശം തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങി നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് ഈ മട്ടന്നൂർ. ആ മട്ടന്നൂരിലാണ് ഈ ബസ്സുകളുടെ അമിത വേഗതയും മത്സരയോട്ടവും നടക്കുന്നത്. ആ മത്സരയോട്ടത്തിലാണ് ഒരുപാട് ജീവനുകളും പൊലിയുന്നത്. എന്തായാലും നാട്ടുകാരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. മത്സരയോട്ടങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. സംഭവം നടന്നാൽ, എന്തെങ്കിലും ഒരു അപകടം നടന്നാൽ 2 ദിവസത്തേക്കോ അല്ലെങ്കിൽ 1 ദിവസത്തേക്കോ ഇവിടെ പോലീസുകാരും അതുപോലെ തന്നെ MVDയും ഉണ്ടാകും. അതിനുശേഷം ഇതിനൊക്കെ ചൂടൊക്കെ ഒന്ന് ആറിയാൽ പിന്നീട് ആ പരിസരത്തേക്ക് നോക്കുക പോലുമില്ല. ജീവന് ആപത്താണ്. ഈ മനുഷ്യന്മാരുടെ ജീവന് ഏറ്റവും കൂടുതൽ ആപത്താണ് ഈ ഇങ്ങനെയുള്ള ഈ മത്സരയോട്ടങ്ങൾ നടക്കുമ്പോൾ. എന്തായാലും നാട്ടുകാരൊക്കെ നല്ല പ്രതിഷേധത്തിനൊക്കെ ഒരുങ്ങുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്രയ്ക്കും അമർഷം അവർക്കുണ്ട്. ഈ കഴിഞ്ഞ ഒരു അപകടത്തിലൊക്കെ അവർക്ക് നല്ല രീതിയിൽ അമർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് കൃത്യമായിട്ട് നടപടി സ്വീകരിക്കാൻ MVD അടക്കമുള്ള വകുപ്പുകൾ മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ള നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ആദ്യം തന്നെ പറയാനുള്ളത്. വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ബസ്സുകളുടെ ഓട്ടം അവരുടെ ഒരു ശൈലിയുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോഴാണ് അവരുടെ ബസ്സുകളുടെ ടൈം വരുന്നത്. അത് നീട്ടി അവർക്ക് ഒരു സൗകര്യപ്രദമായിട്ട് ആക്കിക്കൊടുത്താൽ ഒരു പക്ഷേ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളത് അധികൃതർ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങളാണ് നടപടിയെടുക്കേണ്ടത്. MVD അടക്കമുള്ള വകുപ്പുകളാണ് നടപടിയെടുക്കേണ്ടത്. അത് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ക്യാമറ പേഴ്സൺ ജിതിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏഷ്യാനെറ്റ്.